CPIM സംസ്ഥാന സമിതി യോഗം ഇന്ന് തുടങ്ങും. 2 ദിവസം നീണ്ടുനിൽക്കുന്ന യോഗത്തിൽ അടുത്ത 2 വർഷത്തേക്കുള്ള മന്ത്രിസഭയുടെ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ, മാർഗരേഖകളും തെറ്റിദ്ധരിക്കൽ നയരേഖകളും ചർച്ച ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യാൻ സാധ്യത. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, CPIM സംസ്ഥാന സമിതി യോഗം ഇന്ന് തുടങ്ങുകയാണ്. ലോക്സഭയിലെ തോൽവി അടക്കം ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റെന്തൊക്കെ അജണ്ടകളാണ് ഇന്നത്തെ യോഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM-നുണ്ടായ വലിയ പരാജയം ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവസാന CPI സമിതി യോഗമാണ് ഇന്ന് ചേരുന്നത്. അതിനുശേഷം ഇത് പിന്നീട് പാർട്ടി തലങ്ങളിൽ ചർച്ചയിലേക്ക് പോകാനാണ് സാധ്യത. അത്തരത്തിൽ തന്നെയാണ് നേരത്തെ എടുത്ത തീരുമാനവും. വലിയ തരത്തിലുള്ള പരാജയമാണ് CPIM-നും ഇടതുപക്ഷത്തിനും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇതിന്റെ പേരിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും പാർട്ടി നേതൃത്വവും ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു തെറ്റുതിരുത്തൽ നയരേഖ തയ്യാറാക്കിക്കൊണ്ടും അടുത്ത 2 വർഷത്തേക്ക് ഒരു മാർഗരേഖ തയ്യാറാക്കിക്കൊണ്ടും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ പ്രവർത്തനത്തിന് ഒരു സഹായം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടി തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു മാറ്റമുണ്ടാക്കി കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്നും അകർന്നു പോയ ആളുകളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ CPIM-നുള്ളത്. കാരണം സാധാരണഗതിയിൽ CPIM-ന്റെ അടിസ്ഥാന വോട്ട് അടിസ്ഥാന വർഗത്തിൻ്റെതായിരുന്നു. അവരുടെ വോട്ടുകൾ പൂർണ്ണമായും പാർട്ടിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഇത് ലോക്സഭയിലെ പരാജയത്തിന് വഴിവെക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഇനി അടിസ്ഥാന വർഗത്തെയും ഒപ്പം ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ കൂടി BJPക്ക് അനുകൂലമായി പോവുകയും ചെയ്ത ഒരു സാഹചര്യം. ഇതെല്ലാം പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ആളുകളാണ്. അവരെ തിരിച്ചെത്തിച്ച് തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കി വീണ്ടും പാർട്ടിയുടെ ഭാഗമാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു തിരുത്തൽ നയരേഖ എന്ന് പാർട്ടി അതിനെക്കുറിച്ച് പറയുന്നതും. ഒപ്പം മന്ത്രിസഭയുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് വലിയ തരത്തിലുള്ള ആരോപണം, മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള ആരോപണം, ഇതെല്ലാം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് മന്ത്രിസഭയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാർട്ടി തന്നെ ഒരു മാർഗരേഖ തയ്യാറാക്കി അടുത്ത 2 വർഷം കൊണ്ട് പാർട്ടിക്കുണ്ടായ പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിലും ഒപ്പം അതിന് തൊട്ടു പിന്നാലെ നടന്ന മേഖലാ യോഗങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന സംസ്ഥാന സമിതി യോഗമാണ് ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് നടക്കുക. അതിന്റെ ഭാഗമായി ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്നലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ചേർന്നിരുന്നു. അത്തരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ നിന്നും സെക്രട്ടറിമാർ തയ്യാറാക്കുന്ന റിപ്പോർട്ടും ഇന്ന് ഒരു പക്ഷേ സംസ്ഥാന സമിതിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ഈ സെപ്റ്റംബർ ആകുമ്പോഴേക്കും പാർട്ടി സമ്മേളന കാലങ്ങളിലേക്ക് കടക്കുകയാണ്. ബ്രാഞ്ച് തല സമ്മേളനങ്ങൾ സെപ്റ്റംബറിൽ തുടങ്ങും. അടുത്ത ഏപ്രിൽ മെയ്യോടുകൂടി, അതായത് 2025 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും. അതിനു മുമ്പ് തന്നെ പാർട്ടിക്ക് വ്യക്തമായ ഒരു തെറ്റുതിരുത്തൽ അനിവാര്യമാണെന്ന് തന്നെയാണ് നേതാക്കളുടെ വിശ്വാസം. അല്ലാത്ത പക്ഷം പാർട്ടി നേതാക്കന്മാർക്ക് വലിയ തരത്തിലുള്ള വിമർശനം പല സമ്മേളനങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരും. അതെല്ലാം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഒരു തെറ്റുതിരുത്തൽ നയരേഖയുമായി പാർട്ടി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. മാത്രവുമല്ല, സർക്കാരിനുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ചില മന്ത്രിമാരുടെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും മന്ത്രിമാരുടെ ഓഫീസിന്റെ പ്രവർത്തന ശൈലിയിലുമെല്ലാം തന്നെ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് പാർട്ടി നേതാക്കളോട് തന്നെ പാർട്ടി അണികൾ പല പ്രാവശ്യമായി പറയപ്പെട്ടിരുന്നു. ഇതെല്ലാം പരിഹരിക്കണം. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, BJPയുടെ അവിശ്വസനീയമായ വളർച്ച, തൃശൂരിൽ പാർലമെന്റ് സീറ്റ് നേടാൻ കഴിഞ്ഞത്, ഇതൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് CPIM നോക്കിക്കാണുന്നത്. ഇത്തരത്തിൽ BJP സംസ്ഥാനത്ത് വളരുകയാണെന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് കാര്യമായ തരത്തിൽ ദോഷം ചെയ്യും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്നുള്ള വോട്ടുകൾ ലഭ്യമായില്ല. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് മുഖ്യ വിഷയമായി കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി 60ഓളം യോഗങ്ങളിൽ സംസാരിച്ചെങ്കിലും അത് കാര്യമായ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. അത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിയിൽ നിന്നും അകർന്നു പോയി. തിരുവനന്തപുരത്ത് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്.